ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ മാസം 10-ാം തീയതി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വേക്കൻസികളൊക്കെ ഇട്ടായിരുന്നു. വെയർഹൗസിലേക്ക് ഫോർക്ക് ലിഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള വെയർഹൗസിൽ ഫുള്ള് നമുക്ക് ഫില്ലാണ്. കാരണം നമ്മുടെ ഒക്ടോബർ മാസം നടന്ന ഷോർട്ട് ലിസ്റ്റിൽ പരാജയപ്പെട്ട പിള്ളേരുണ്ട്, ഒക്ടോബർ മാസം ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ട പിള്ളേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ആ വേക്കൻസികൾ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് വന്ന പിള്ളേരെയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വേക്കൻസി എല്ലാം ഫില്ലാണ്. അത്യാവശ്യം ഫോർക്ക് ലിഫ്റ്റുകാരെ കൂടെ മാത്രം മതി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്രയേലിലേക്ക് പോകുന്നതിന് സർവീസ് ചാർജ് ഉണ്ട്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് അല്ല. ഫ്രീ ആണോ, വെറുതെ ആണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും വെറുതെ അല്ല. നിങ്ങൾ GCC കൺട്രിയിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വേക്കൻസി തന്നാൽ അവർ നിങ്ങൾ വെറുതെ കൊണ്ടുപോകും. കമ്പനി തന്നെയാണ് ടിക്കറ്റും വിസയും കൊടുക്കുന്നത്. ഏതെങ്കിലും ഏജൻസി നിങ്ങൾ വെറുതെ കൊണ്ടുപോയിട്ടുണ്ടോ? ആരെങ്കിലും കമ്മീഷൻ വാങ്ങിക്കാതെ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ തിരിച്ച് ഞാനല്ല ഈ വിസ ചെയ്യുന്നത്, ഏജൻസിയാണ്. നിങ്ങളുടെ ബയോഡാറ്റ ഞാൻ അവർക്ക് കൊടുക്കുന്നു. അതിൻ്റെ ഒരു പാരിതോഷികം മാത്രമേ ഞാൻ കൈപ്പറ്റുന്നുള്ളൂ. കാരണം ഇത് പറഞ്ഞതിൻ്റെ കാരണം പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഇത്രയും പൈസയൊക്കെ ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ളത്. തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇൻസ്റ്റയിൽ വന്നതെന്ന് പോലും. അനേകർ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു പറ്റിക്കപ്പെട്ടു ഇസ്രായേൽ വേക്കൻസി സംബന്ധമായി. വേറെ വേക്കൻസിയുടെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുമായിട്ട് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതുമില്ല. ഇസ്രായേൽ വേക്കൻസിക്കൊക്കെ പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനെ ആര് വന്നിരുന്ന് വേദം ഓതിയാലും ചിലർ മനസ്സിലാക്കില്ല. അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അതിനു മുമ്പേ ഞാൻ ഇൻസ്റ്റയിൽ വരുന്നതിന് മുമ്പേ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ആരെങ്കിലും വിഷമിച്ചു ഒരു ഏജൻസിയെ തിരക്കിയിരിക്കുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ വർക്കുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ വെറുതെ ഇസ്രയേലിൽ ആരെയും കൊണ്ടുപോകാനല്ല. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റുക. ഓക്കെ, വേക്കൻസികൾ വീണ്ടും വരും. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വന്ന വേക്കൻസി വെയർഹൗസ് ഫുള്ള് ഫില്ലാണ്. അത്യാവശ്യം ബയോഡാറ്റ തരുന്നവരെയൊക്കെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ബയോഡാറ്റ അയച്ചാൽ എനിക്കൊരു മിസ് കോൾ എനിക്ക് തരിക. ഞാനത് ഓപ്പൺ ചെയ്ത് നിങ്ങളോട് ഞാൻ വിളിക്കുകയോ അല്ലെങ്കിൽ ബയോഡാറ്റ സംബന്ധമായി സംസാരിക്കുകയോ ചെയ്യും. എല്ലാവരുടെയും കോളുകൾ എളുപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. മനസ്സിലാക്കുക. എല്ലാവരും വിളിക്കുന്നത് ആരും പോകാൻ വേണ്ടിയൊന്നും അല്ല. എല്ലാവർക്കും സന്തോഷം അറിയാനും കുറേ സംശയങ്ങളെല്ലാം യൂട്യൂബിനകത്ത് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ കാണുക. ഇസ്രയേലിൽ പോകേണ്ടുന്നവർ മിനി കൊല്ലം ബ്ലോഗ് യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ മാക്സിമം ഇസ്രയേലിൽ പോകേണ്ടവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.